വയനാട് മേപ്പാടി ചൂരൽമല റോഡിൽ വയോധിക മരിക്കാനിടയായ അപകടം ബോധപൂർവം ഉണ്ടാക്കിയതെന്ന് പരാതി. കാസർഗോഡ് സ്വദേശികൾ സഞ്ചരിച്ച ബലേറോ വാഹനം സ്കൂട്ടർ യാത്രികരുടെ പിറകിൽ ചെന്ന് ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷി 24-നോട്. ഈ മാസം 8-ാം തീയതി ഉണ്ടായ അപകടത്തിൽ നെല്ലിമുണ്ട സ്വദേശി ബിയുമ്മയാണ് മരിച്ചത്. ഒരു പോക്കറ്റ് റോഡിൽ നിന്ന് കയറുമ്പോൾ അവരുടെ മുമ്പിലേക്ക് കുറച്ച് കയറിപ്പോയിരുന്നു. അപ്പോൾ അവർ ഓണടിച്ച് സഡനായിട്ട് നിർത്തി, തെറി വിളിച്ച് ഷൗട്ട് ചെയ്തിട്ടാണ് വണ്ടി നിർത്തിയത്. ഞാൻ സൈഡ് കൊടുത്തിട്ടും അവർ എന്നെ ഓവർടേക്ക് ചെയ്ത് പോവുകയല്ലേ ഉണ്ടായത്. അവരുടെ ബൈക്കിലുണ്ടായ വണ്ടിയൊക്കെ ഞങ്ങൾ മറികടന്ന് പോയെങ്കിലും അവർ പോയിട്ടില്ല. അവർ ബൈക്കിൽ തന്നെ പിന്തുടർന്ന് വരികയാണ്. ഒരു ക്യാപ്പ് കിട്ടിയപ്പോൾ ഇടിച്ച് തെറിപ്പിച്ചു. ഇടിച്ചിട്ട് വണ്ടി നിർത്തിയിട്ടില്ല. വണ്ടി പിന്നെ ഇതാക്കി പോവുക എൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയി. ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇട്ട് വലിച്ചു കൊണ്ടുപോയി. എല്ലാ ആൾക്കാർ കൂടിയിട്ട് കുറേ ആൾക്കാരില്ലേ, ഒരു ട്രിപ്പ് വന്നാകുമ്പോൾ ധൈര്യമായിരിക്കും. വീതിയുള്ള റോട്ടിലെത്തിയപ്പോഴും നേരെ പോയിക്കൊണ്ടേയിരിക്കുക. ബാക്ക് പോയിട്ട് ഇടിക്കുന്ന നമ്മൾ കാണുന്നത്. അതായത് സ്ഥലം ഉണ്ടായിട്ടും ഓവർടേക്ക് ചെയ്യണമെന്ന ഉദ്ദേശമാണെങ്കിൽ ഓവർടേക്ക് ചെയ്തുള്ള സ്ഥലമുണ്ട്, വീതി ഉണ്ട് അത്യാവശ്യം. പക്ഷെ നമ്മൾ കാണുന്ന നേരിട്ട് ഉള്ള ഇടിയാണ്. സെക്കൻഡിൻ്റെ ഒരു ഈഗോൻ്റെ പ്രശ്നമാണത്. ബോധപൂർവം ആയിട്ട് കയറ്റിയതായിട്ട് ഞാൻ ഏകദേശം സംശയിക്കുന്ന ആ രീതിയിൽ തന്നെയാണ്. പെട്ടെന്ന് അതിൻ്റെ ബാക്കിൽ കൊണ്ട് ഇടിക്കലും പയ്യനും ഉമ്മയും കൂടി അതിൻ്റെ അടിയിൽപ്പെടുന്നതാണ്. മറ്റ് വാഹനങ്ങളൊക്കെ ഓവർടേക്ക് ചെയ്ത് പോയിട്ടും പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ഇടിക്കുകയാണ് ഉണ്ടായത്. 20 വയസ്സിന് താഴെ 21 20 വയസ്സിന് പ്രായമായ ആളുകളാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും. 5 പേർക്കെതിരെയും നടപടി ഉണ്ടാവണം. 5 പേരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. ബോധപൂർവം ഇടിച്ച് തെറിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ആരോപണം ഉയരുന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. സുർജിത്ത് അയ്യപ്പത്ത് തത്സമയം ചേരുന്നു. സുർജിത്ത്, യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് പോലീസിൻ്റെ നിലപാട് എന്താണ്? അന്വേഷണം ആ ഗതിക്കാണോ നീങ്ങുന്നത് ഇപ്പോൾ? SKN തീർച്ചയായും ഈ അപകടം നടക്കുന്നത് കഴിഞ്ഞ 8-ാം തീയതിയാണ്. പെരുന്നാൾ കഴിഞ്ഞതിന് തൊട്ട് അടുത്തുള്ള ദിവസം. അന്ന് ബന്ധുവീട്ടിലെത്തിയതായിരുന്നു ബിയുമ. അവരും മകനും കൂടി, കൊച്ചുമകനും കൂടി ഒരു സ്കൂട്ടറിലാണ് യാത്ര ചെയ്തിരുന്നത്. അവർ ഒരു ഇടറോട്ടിൽ നിന്ന് ചൂരൽമലയിലേക്കുള്ള പ്രധാനപ്പെട്ട ആ റോഡിലേക്ക് കയറി. ഈ ഘട്ടത്തിലാണ് കാസർഗോഡ് സ്വദേശികളായ 5-അംഗ സംഘം സഞ്ചരിച്ചിരുന്ന കാർ എത്തുന്നത്. ഈ കയറിയതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളുണ്ടായി. ആ തർക്കത്തെ തുടർന്ന് ഈ സ്കൂട്ടറിനെ പിന്തുടർന്ന് ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് ആരോപണമായി വരുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ഒരു അപകടം എന്നുള്ള നിലയിലാണ് മേപ്പാടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. അതിനുശേഷം ഈ ആക്ഷേപങ്ങൾ ഉയർന്നു. ഇതിനുശേഷമാണ് നരഹത്യ കുറ്റം ചുമത്തിക്കൊണ്ട് ഒരാളെ, അതായത് വാഹനം ഓടിച്ചിരുന്ന കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള അഖിലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാളിപ്പോൾ റിമാൻഡിലാണ്. ഇപ്പോൾ നിലവിൽ ഇത്തരം പരാതികളുടെ പശ്ചാത്തലത്തിൽ പോലീസ് വീണ്ടും ഈ കേസ് ഗൗരവമായ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ ഒപ്പമുണ്ടായിരുന്ന മറ്റു 4 പേരെയും വീണ്ടും വിശദാംശങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി വിളിച്ചു വരുത്താനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഇത് ബോധപൂർവം ഉണ്ടാക്കിയ അപകടം എന്നുള്ള തരത്തിൽ തന്നെയാണ് ദൃക്സാക്ഷികളടക്കം പറയുന്നത്. കാരണം ഈ വാഹനത്തിന് മറികടന്ന് പോകാൻ സ്ഥലമുണ്ടായിട്ട് പോലും ഇവർ പിറകിൽ ഹോണടിച്ച് ഈ അലോസരപ്പെടുത്തുന്ന വിധത്തിൽ വന്നു. ഇതിനുശേഷം നേരെ ചെന്ന് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഈ വാഹനത്തിന് അടിയിൽ ഈ യുവാവ് പെട്ടു. ഈ പ്രായമായ ബിയുമ എന്ന് പറയുന്ന 71 വയസ്സുള്ള അവരും അതിനകത്ത് പെട്ടു. എന്നിട്ട് പോലും ഈ വാഹനം നേരെ എടുക്കാനാണ് ശ്രമിച്ചത്. അല്ലാതെ അപകടം എന്നുള്ള തരത്തിൽ ഇത് അപകടമല്ല എന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ആളുകളെല്ലാം തന്നെ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഗൗരവതരമായ അന്വേഷണം ഉണ്ടാകണമെന്നുള്ളതാണ് പോലീസിന് മുമ്പാകെ ബന്ധുക്കളും നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നത്. ആ തരത്തിലേക്ക് തന്നെ അന്വേഷണം പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ടിരുന്നു. പോലീസ് കാര്യമായി തന്നെ ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. മറ്റുള്ളവരെ കൂടി 4 പേരെയും വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉള്ളത്. SKN. ഓക്കെ, താങ്ക് യു.